രാഹുൽ യുവാക്കൾ അംഗീകരിക്കുന്ന ഒരാളായി മാറുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സൈക്കോളജിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ആണ് ഇയാളെ ഈ ടീഷർട്ട് ഇട്ട് പാർലമെൻറ്റിൽ വരുന്നുണ്ടല്ലോ. അതൊരു മര്യാദകേടാണ്. കേരള അസംബ്ലിയിൽ ആരെങ്കിലും ടീഷർട്ട് ഇട്ട് വരാറുണ്ടോ? സാധാരണഗതിയിൽ നേരത്തെ മുതൽ ലോക്സഭയിലൊക്കെ ഫുൾ സ്ലീവ് ഷർട്ടാണ് അതിൻ്റെ മര്യാദ. പിന്നെ ഉത്തരേന്ത്യക്കാരുടെ ജുബ്ബയുള്ളതുകൊണ്ട് ജുബ്ബ എപ്പോഴും ഫുൾ സ്ലീവാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഈ നെഹ്റു വെസ്റ്റ് അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹാഫ് സ്ലീവും ആകാം എന്നായി. ഇപ്പോഴും ഹൈക്കോടതിയിൽ നോക്കും, കേരള ഹൈക്കോടതിയിലേക്ക് ഹാഫ് സ്ലീവുമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ സെക്രട്ടറിമാരെ അവരവരൊക്കെ വിളിപ്പിക്കുമല്ലോ. ഹാഫ് സ്ലീവുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയും പ്രോപ്പർ ഡ്രസ്സിൽ വരാൻ പറയും. കാരണം യു ഷുഡ് ലുക്ക് ആസ് എ ജെന്റിൽമാൻ. അത് കോടതി, പാർലമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം ഡീസൻസി കാണിക്കേണ്ടതല്ലേ. അല്ലാതെ അവിടെ ടീഷർട്ടുമായിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പോലെ ഇയാൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ബട്ട് ഇങ്ങർക്ക് ഈ മസിൽ കാണിക്കണം. എനിക്ക് അത്രയും മസിലില്ല, അല്ലെങ്കിൽ കാണിക്കാൻ ഈ മസിൽ പിടപ്പിക്കാനായിട്ടാണ് ഇത്. എന്നിട്ട് ചെസ്റ്റ് മസിൽ അതിന് അറ്റവും ഒന്നുമില്ലാത്ത ഒരു ടീഷർട്ട് ഇത് പുള്ളി ഒരു യൂണിഫോമാക്കി. ഇപ്പോൾ അതിട്ടുകൊണ്ടാണ് അകത്തും പുറത്തും പാർലമെൻറ്റിലും എല്ലാ സ്ഥലത്തും പുള്ളി പോകുന്നത്. ഈ പ്രവൃത്തിയൊന്നും ഒരു നല്ല കാര്യമൊന്നും അല്ല. ഇത് യുവാക്കളെ ആകർഷിക്കും. ഒരു ടീഷർട്ട് വെച്ചിട്ടൊന്നും യുവാക്കളെ ആകർഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് പോട്ടെ. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ അതിന് കൂട്ടു നിൽക്കുക.